ഇപ്പം എല്ലായിടത്തും ഇറങ്ങി മുഹമ്മദ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ചില ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ട്രെയിൻ കടന്നു പോയാൽ പോലും അറിയാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലായോ? ഇതൊരു സുന്നത്താണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കൃത്യമായ സമയങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കാരണം സമ്മൺ ഈസ് വാച്ചിങ്, യുവർ ഡാഡി, സ്കൈ ഡാഡി ഈസ് വാച്ചിങ്. ഇസ്ലാമിലെ സ്കൈ ഡാഡി അള്ളയാണ്. അള്ള ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേ. അപ്പോൾ ഈ 5 എടുത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ ആദ്യത്തെ ജേർണിയുടെ ആദ്യത്തെ പാർട്ട് അവിടെ തീരുകയാണ്. ഫ്രം മക്ക ടു ജെറുസലേം തീർന്നു, സമാപ്ത്. ഇനിയാണ് സെക്കൻഡ് പാർട്ട്. ഈ സെക്കൻഡ് പാർട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് ഉണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ കുതിരയെ ബുറാക്കിനെ അവിടെ കെട്ടിയിട്ട്, നിങ്ങൾ ഈ വിലാപ മതിൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഈ ജൂതന്മാർ എന്നിട്ട് തലയിട്ട് അടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മതിലുണ്ട്. അവിടെ ജൂതന്മാർ പരാതികളും കത്തുകളും ഒക്കെ എഴുതി ദൈവത്തിന് പോസ്റ്റ് ചെയ്യുന്ന ചില ഇടുക്കുകളുണ്ട്, ദ്വാരങ്ങളുണ്ട്. അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഉടനെ ദൈവത്തിന് കിട്ടി, ദൈവം വായിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ വന്ന് അങ്ങനെ കത്തെഴുതിയിടാറുണ്ട് ദൈവത്തിന്. കണ്ടിട്ടില്ല? ക്ലിന്റൺ, ട്രംപ് വന്നു, ഇനിയിപ്പോൾ ബൈഡൻ്റെ ഊഴമാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ ലോക രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിനും കത്തെഴുതാറുണ്ട്. അതെപ്പോഴും അവർ കൊണ്ടുവന്ന് ആ വിലാപ മതിലിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ പോസ്റ്റ് ചെയ്യുന്ന കത്തുകൾ എന്ത് ചെയ്യും? എന്നാ ചെയ്യും? ഒരു $1 മില്യൺ ചോദ്യമാണല്ലോ. ദൈവത്തിന് കത്തെഴുതിയാൽ എന്ത് ചെയ്യും? ഉത്തരവ് ഇതാണ്: കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടുത്തെ വാച്ച്മാൻ വന്നിട്ട് അതെല്ലാം കൂടെ കൊട്ടയിലാക്കി കൊണ്ടുവന്ന് കത്തിച്ച് കളയും. ചരിത്രപരമായി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ദർ ഇസ് നോ ഡിഫറൻസ് ദർ. ഓക്കെ. ഇപ്പോൾ ചില കഥകളിൽ ഈ ബുറാക്കിൻ്റെ മേളിൽ തന്നെ ഇനി അസെൻഡിങ് ആണ്. ഇതുവരെ പാരലൽ ആണ്, റോഡ് മാർഗം. ഇനി ഹെലികോപ്റ്റർ മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബുറാക്കിൻ്റെ മേളിൽ മേൽക്കോട്ട് പോയെന്ന് അറിയില്ല. കാരണം ഒരു ജീവിക്ക് പറക്കണമെങ്കിൽ അതിൻ്റെ എല്ലുകൾ, അതിൻ്റെ മാംസം, അതിൻ്റെ ഭാരം, അതിൻ്റെ അനുകൂലനമൊക്കെ നമ്മൾ പരിണാമത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ സാധിക്കുള്ളൂ. ബുറാക്കിന് മേളിലോട്ട് പോകണമെങ്കിൽ ബുറാക്കിന് എന്തെങ്കിലും റോക്കറ്റ് വെച്ച് മേളിലോട്ട് വിടണം. പക്ഷെ പോട്ടെ, ചിലതിനകത്ത് പറയുന്നുണ്ട് അവിടെ ആ വിലാപ മതിലിൽ ഒരു റിങ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു ഈ ആശനെ, ബുറാക്കിനെ. എന്നിട്ട് അസെൻഷൻ നടത്തുന്നത്, മേളിലോട്ട് പോകുന്നത് ഗബ്രിയേലും മുഹമ്മദ് മാത്രമാണ് എന്ന് പറയും. പല പല കഥകളുണ്ട്. ഇതിൻ്റെ കഥ അനുസരിച്ച് അസെൻഷൻ ആദ്യം ചെല്ലുന്നത് 1-ാം സ്വർഗത്തിലേക്കോ അല്ലെ 1-ാം ആകാശം, എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. ഫസ്റ്റ് ഹെവൻ, അത് എവിടെയാണെന്ന് അറിയില്ല. സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, ലിത്തോസ്ഫിയർ, എന്താ കുറേ സ്ഫിയർ ഉണ്ടല്ലോ, തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ഇങ്ങനെയൊക്കെയാണെന്ന് പണ്ട് പ്രസംഗിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പണ്ട് ഈ റംസാൻ്റെ